കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ്. അവിടെ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ പട്ടികയുടെ ഭാഗമായി ഉണ്ട്. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ, കെ സുധാകരന് സീറ്റില്ല. എൽദോസ് കുന്നപ്പള്ളി എന്ന സീറ്റ് മോഹിച്ചിരുന്ന ആൾക്ക് അവിടെ പ്രധാനപ്പെട്ട പെരുമ്പാവൂരിലെ MLAക്ക് സീറ്റില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. മനോജ് മൂത്തേടനാണ് അവിടെ മത്സരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. കായംകുളത്തെ M. ലിജുവിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. കെ സുധാകരന് സീറ്റില്ല എന്ന ഏറ്റവും പ്രധാനമാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. ഒപ്പം കണ്ണൂരിൽ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കു. ഡാൻ, ആ പട്ടിക ഒന്ന് വായിക്കാമോ? വളരെ പ്രധാനപ്പെട്ട പട്ടികയാണ്. പുതുമയിൽ കെ നീലകണ്ഠൻ, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ, കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പച്ചേരി, കണ്ണൂരിൽ ടി.ഒ. മോഹനൻ. സസ്പെൻഷനുകൾക്ക് വിരാമമായിരിക്കുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ടി.ഒ. മോഹനൻ കെ സുധാകരൻ അവസാനം നിർദ്ദേശിച്ച റിഗിൽ മാക്കുറ്റിയുടെ പേരിന് അവിടെ പ്രസക്തി ഉണ്ടായിട്ടില്ല. ആ ലിസ്റ്റിൽ ടി.ഒ. മോഹനന്റെ പേര് തന്നെയാണ്. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി, അതോടൊപ്പം പട്ടാമ്പിയിൽ T.P. ഷാജി, ഷൊർണൂരിൽ P. ഹരിഗോവിന്ദൻ, കുന്നംകുളത്ത് അജയ് മോഹൻ, വടക്കാഞ്ചേരിയിൽ വൈശാഖ് നാരായണസ്വാമി, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, വൈപ്പിനിൽ ടോണി ചെമ്മണിക്കെതിരെ എതിർസ്വരം ഉയർന്നിരുന്നു. പക്ഷേ അവസാനം ടോണി ചെമ്മണിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ മുഹമ്മദ് അഷിയാസ്, അതായത് ദീപ്തി മേരി വർഗീസ് മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്ന കൊച്ചിയിൽ ഒടുവിൽ മുഹമ്മദ് ഷിയാസ്, DCC അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. ദീപ്തി മേരി വർഗീസ് അവിടെ തഴയപ്പെട്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയി, ദേവികുളത്ത് രാജ, അതോടൊപ്പം ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കിയിൽ റോയ് കെ പൗലോസ്, പീരുമേട്ടിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ്, അതായത് ജോസഫ് വടക്കന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ്, കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ റോണി കെ ബേബി, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ MJ, ആലപ്പുഴയിൽ AD തോമസ്, കായംകുളത്ത് M. ലിജു, ചെങ്ങന്നൂരിൽ എബി കുര്യാക്കോസ്, റാന്നിയിൽ പഴകുളം മധു, ആറന്മുളയിൽ അബിൻ വർക്കി, കോന്നിയിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. ഇങ്ങനെയാണ് ആ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഈ കോന്നിയിൽ അടൂർ പ്രകാശനും സീറ്റില്ല. കണ്ണൂരിൽ സുധാകരൻ നിഷേധിച്ച പോലെ കോന്നിയിൽ അടൂർ പ്രകാശ് സീറ്റില്ല. ഒപ്പം ദീപ്തി മേരി വർഗീസിനെ വെട്ടി, ദീപ്തി മത്സരിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ രോദനത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. എൽദോസിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല. ഒപ്പം ഇത്തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി AD തോമസ്, അതുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കായംകുളത്ത് ലിജു നേരത്തെ ഉറപ്പിച്ചിരുന്നതാണ്. ഇത്തരം മാറ്റങ്ങളെ എങ്ങനെ കാണണം ഡാൻ? തീർച്ചയായിട്ടും ശേഷിക്കുന്ന പേരുകൾ കൂടിയുണ്ട്. അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാർ, MM നസീർ, വർക്കല കഹാർ, നെടുമങ്ങാട് മീനാങ്കൽ കുമാർ. അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മീനാങ്കൽ കുമാർ തന്നെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് നിറഞ്ഞതിനൊടുവിലാണ് ഷാഫി പറമ്പിന്റെ സമ്മർദ്ദം ഫലം കണ്ടുകൊണ്ട് ഇപ്പോൾ സുദർശ പാലുടനെ വാമനപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി സമർപ്പിച്ചിരിക്കുന്നു. നേമത്ത് KS ശബരിനാഥൻ, അരുവിക്കരയിൽ VS ശിവകുമാർ, പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ, കോട്ടാക്കടയിൽ MR ബൈജു, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ. ഇങ്ങനെയാണ് 37 പേരുടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ MPമാർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം, സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് ശരിവച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കടുത്ത നിലപാടെടുത്ത നേതാക്കളെ മെരുക്കാനായി എന്ത് തന്ത്രമാണ് ഇനി ഹൈക്കമാൻഡ് പ്രയോഗിച്ചതെന്ന് മാത്രമാണ് അറിയാനുള്ളത്. സസ്പെൻസുകൾക്ക് വിരാമം. 37 പേരുടെ പട്ടിക കൂടി, അതായത് 95 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പട്ടികയും പുറത്തു വന്നിരിക്കുന്നു. ഇനി സംസ്ഥാനത്ത് പട്ടികയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട നേതാക്കന്മാരില്ല, പ്രവർത്തകരില്ല. എല്ലാവർക്കും സജീവമായി ചുവരെഴുത്തുകളുമായി ഈ തെരുവുകളിൽ സജീവമാകാം. ഇനി കാത്തിരിക്കുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദിവസങ്ങൾ. 37 സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല കാര്യമായി. പക്ഷെ അപ്പോഴും കെ സുധാകരന് സീറ്റില്ല. പകരം എന്തോ ഒരു ഫോർമുല അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റില്ല.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. ഒപ്പം പല ആളുകൾ എൽദോസ് കുന്നപ്പള്ളി എന്ന സീറ്റിനായി ആവശ്യപ്പെട്ടിരുന്ന, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പെരുമ്പാവൂർ MLAക്ക് സീറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ മത്സരിക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാർ വരുന്നു. നേമത്ത് ശബരിനാഥിന്റെ പേര് നേരത്തെ ഉറപ്പിച്ചിരുന്നു. കഴക്കൂട്ട് ചരിത്ര പ്രസാദ് മത്സരിക്കുന്നു. വാമനപുരത്ത് സുധീർ ഷാർ പാലോട് വരുന്നു. നെടുമങ്ങാട് മീനാങ്കൽ കുമാർ നേരത്തെ ഉറപ്പിച്ചിരുന്നു. വർക്കല കഹാർ വർക്കലയിൽ ഉറപ്പിച്ചിരുന്നു. MM നസീർ അദ്ദേഹം മത്സരിക്കുന്നത് ചടയമംഗലത്താണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാകുകയാണ്. അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാർ SC മണ്ഡലമാണ്, അവിടെ മത്സരിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങിയാണ്. ആലപ്പുഴയിൽ AD തോമസ് എന്ന കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നുണ്ട്. കായംകുളത്ത് M ലിജു. ചെങ്ങന്നൂരിലും നേരത്തെ നമ്മൾ ഈ ഉമ്മൻചാണ്ടിയുടെ മകളുടെ പേരൊക്കെ കേട്ടിരുന്നു. അവിടെ എബി കുര്യാക്കോസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. എബി കുര്യാക്കോസ് ഒരുപാട് നാളായി അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ആറന്മുളയിൽ അബിൻ വർക്കി, മറ്റു പല പേരുകളും കേട്ടിരുന്നുവെങ്കിലും അബിൻ വർക്കിയുടെ പേര് വരുന്നു. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലാണ്, DCC അധ്യക്ഷനാണ് അവിടെ കോന്നിയിൽ സ്ഥാനാർത്ഥിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അങ്ങനെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട 37 പേരുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അങ്ങനെ 95 പേർ മത്സരിക്കുകയാണ് കോൺഗ്രസിനായി കേരളത്തിൽ എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, സുധാകരനെ മെരുക്കുന്നു, അടൂർ പ്രകാശിനെ അനുനയിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. നാളെയൊക്കെ അറിയാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനങ്ങൾ.